നമ്മൾ മയ്യത്ത് കാണാൻ പോവില്ലേ, അതുപോലെ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ കാണാൻ ഗ്രാമം മൊത്തം വരും. ഓരോ ദിവസവും ഈ ഡേറ്റ് ആകുന്നത് വരെ വരും. ഡേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറുപ്പക്കാരൻ വരും. അയാൾ വന്നു കഴിഞ്ഞാൽ രാത്രി ഈ മനുഷ്യനെ പിന്നെ തന്റെ കിടക്കപ്പായയിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് വീടിന്റെ മുറ്റത്തോ സൗകര്യപ്രദമായ സ്ഥലത്തോ ഒരു കസേരയിലോ സ്റ്റൂളിലോ ഇരുത്തിയിട്ട് തലയിൽ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ നന്നായി തേച്ച് പിടിപ്പിച്ച് പുലരുവോളം വെള്ളം ഒഴിക്കുകയാണ്. ആ മനുഷ്യൻ ഈ വെള്ളം ഇങ്ങനെ മേലിങ്ങനെ വീണിട്ട് വല്ലാതെ വിറക്കുന്ന സമയത്തും ഇയാള് വെള്ളം ഒഴിച്ചോണ്ടിരിക്കും, തല തോർത്തൂല. അത് കഴിഞ്ഞ് ഒരുവിധം തളർന്നു വരുമ്പോ പിന്നെ കൊണ്ടുപോയിട്ടൊരു പാ വിരിച്ച് അവിടെ കിടത്തിയിട്ട് ഇയാൾക്ക് പിന്നെ കുടിക്കാൻ കൊടുക്കും. കുടിക്കാൻ കൊടുക്കുന്നത് ഇളനീർ വെട്ടിയിട്ട് ഒന്നിലധികം ഇളനീർ ഒരു മനുഷ്യന്റെ വയറിൽ കൊള്ളാവുന്നതിനേക്കാൾ അപ്പുറത്ത്. നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു കുപ്പിത്തട്ട് എന്ന് പറയുന്ന ഒരു സാധനം. കുപ്പിത്തട്ട് അങ്ങനെ പറയാറുണ്ട്. മണ്ണെണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ സാധനം. അതുപോലെയുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് വായിലേക്ക് തുരുതുരാ ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അമിതമായി പൊട്ടാസ്യം പള്ളയിലെത്തുകയും ശരീരത്തിലെത്തുകയും ചെയ്ത് ശരീരത്തിന്റെ ഉള്ളിലും പ്രശ്നമാകുന്നു, പുറത്ത് ഈ പിന്നെ വലിയ തോതിൽ ഈ തണുപ്പ് വന്നിട്ട് പ്രശ്നമായി മാറുന്നു. എന്നിട്ട് ഈ മനുഷ്യന് ന്യൂമോണിയ ബാധിക്കുന്നു. ഒരുപക്ഷെ മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് അയാൾ മരിക്കുന്നു. നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അങ്ങനെയാണ്. ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത ആൾക്കാർ എല്ലാ നാട്ടിലും ഉണ്ടാകും. അവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആകെ ചെയ്യുന്നൊരു പണി എന്താണ്? കേസെടുക്കും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് കാത്തു നിൽക്കും. പോസ്റ്റ്മോർട്ടത്തിൽ ആകെ വരുന്നത് ന്യൂമോണിയ ബാധിച്ചു മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാ ചെയ്തതെന്നൊന്നും ഒരു രേഖയിലും ഇല്ല. കാരണം ഇത് അവിടെ ആ ഗ്രാമങ്ങളിലെ ഇപ്പോഴും നടന്നു വരുന്ന അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൊല രീതിയാണ്. ഇതിന് കാരണമാകുന്നത് എന്താന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളിൽ നിന്ന് ഇങ്ങോട്ട് ഗുണം കിട്ടാതിരിക്കുമ്പോ പിന്നെ എന്തിനാണ് എന്നുള്ള ഈ യൂറോപ്യന്മാരുടെ ചിന്ത ഇവിടെ നമ്മുടെ നാട്ടിലും ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അവിടെയാണ് അതിൽ നിന്നാണ് നമ്മുടെ ഈ വരണ്ട തത്വശാസ്ത്രങ്ങളൊക്കെ വരുന്നത്. ഞാൻ, എൻ്റെ ലോകം, എൻ്റെ സുഖം, എൻ്റെ സമ്പത്ത്, എൻ്റെ വീട്, എനിക്കുള്ളത്, അതിൻ്റെ അപ്പുറത്തില്ല എന്ന് പറയുന്ന ചിന്ത വരുന്നത്. അവിടെയാണ് അല്ലാഹു തആല ലുഖ്മാനിലെ 14-ാമത്തെ സൂറത്തിൽ പറയുന്നത്, മോനെ നിന്റെ മാതാപിതാക്കളെ കുറിച്ച് നീ നന്നായി ശ്രദ്ധിക്കണേ. മാതാപിതാക്കളെ കുറിച്ച് നീ നന്നായി ശ്രദ്ധിക്കണം. എന്താണ് മാതാപിതാക്കളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്? നീ ഇന്ന് കാണുന്ന ഈ ഒരു രൂപമായിട്ട് ഇപ്പൊ മാറിയത്, മോനെ നിന്റെ ഉമ്മ കഷ്ടപ്പാടും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് നിന്നെ ഗർഭം ചുമന്ന് പ്രസവിച്ചത് കൊണ്ടാണ് മോനെ. 2 വർഷം നീ മുല കുടിച്ചതിന് ശേഷമാണ് നീ ഒന്ന് മെല്ലെ നിൽക്കാനായത്. നിന്റെ ഒരു പിരിച്ചിലില്ലേ, ആ ഉമ്മയുടെ മാറിടത്തിൽ നിന്നുള്ള നിന്റെ പിരിച്ചിൽ വരുന്നത് 2 കൊല്ലം 24 മാസം മുല കുടിച്ചതിന് ശേഷമാണ്. ഇത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം.